ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. അഖിലാമിസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാവരും ആനുവൽ എക്സാമിന്റെ പ്രിപ്പറേഷൻസിലാണ്. ഇന്നത്തെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കീപ്പിംഗ് ഡിസീസസ് അറ്റ് ബേ, അല്ലെ അകറ്റി നിർത്താം രോഗങ്ങളെ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് നിന്ന് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും വീഡിയോ എന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. എന്നിട്ട് ഓരോ ആൻസേഴ്സും പഠിച്ചു വെക്കുക. നമ്മളെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു. നമ്മളോട് പറയാണ്, ഒരു പ്രൈമറി ഹെൽത്ത് സെന്ററിന്റെ അകത്ത് കുറേ ആളുകൾ കുറേ രോഗങ്ങളുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അഡ്മിറ്റ് ആയിട്ടുണ്ട്. ആ രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഇതാണ്, അവിടെയുള്ള ആരോഗ്യ പ്രവർത്തകരുണ്ടല്ലോ, ഡോക്ടേഴ്സും മറ്റ് ജീവനക്കാരും ഒക്കെ ഉണ്ടാവില്ലേ, ഇവര് പലതരത്തിലുള്ള പ്രിക്കോഷൻസ് എടുത്തിട്ടുണ്ട്, പ്രതിരോധ മാർഗങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, മുൻകരുതലുകളൊക്കെ ഇവരെടുത്തിട്ടുണ്ട്. അതും നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിക്കുകയാണ്, ഓരോ പ്രിക്കോഷനും ഓരോ മുൻകരുതലും ഏത് രോഗത്തിനെതിരെയാണ് അല്ലെങ്കിൽ ഏത് രോഗികളെ പരിചരിക്കുന്നവരാണ് ഇതെടുത്തിട്ടുള്ളത് എന്ന് നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിച്ചിട്ട് ഒരു ടേബിളിലേക്ക് മാറ്റണം. നമുക്ക് ആദ്യം രോഗങ്ങൾ ഏതൊക്കെയാന്ന് പരിചയപ്പെടാം അല്ലെ. ഇവിടെ തന്നിട്ടുള്ള രോഗങ്ങൾ നോക്കാം നമുക്ക്. ലെപ്രസി അല്ലെ, നമ്മുടെ കുഷ്ഠം. സ്കാബീസ്, ചൊറി. ഫൈലേറിയാസിസ് അല്ലെങ്കിൽ നമ്മുടെ മന്ത് അല്ലെ. കൺജക്ടിവിറ്റീസ് നമ്മുടെ ചെങ്കണ്ണാണ്. ട്യൂബർകുലോസിസ് നമ്മുടെ ക്ഷയരോഗമാണ്. ആൻഡ് കോമൺ കോൾഡും ചിക്കുൻ ഗുനിയ അല്ലെ. ഇത്രയും രോഗങ്ങളാണ്, ഇത്രയും രോഗങ്ങളുമായിട്ട് വന്നിട്ടുള്ള ആളുകളാണ് അവിടെ ഹെൽത്ത് സെന്ററിൽ എന്ത് ചെയ്തിട്ടുള്ളത്, അഡ്മിറ്റ് ആയിട്ടുള്ളത്. ഇനി അവര് എന്തൊക്കെ മുൻകരുതലുകൾ അല്ലെ, എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് എടുത്തിട്ടുള്ളത്? മാസ്ക് യൂസ് ചെയ്തിട്ടുണ്ട്, കണ്ണടകൾ ഉപയോഗിക്കുന്നവരുണ്ടായിരുന്നു, ഗ്ലൗസ് യൂസ് ചെയ്തിട്ടുണ്ട്, ആൻഡ് മൊസ്കിറ്റോ ബാറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഓരോന്നിനെയും നമ്മൾ എന്ത് ചെയ്യണം, ആ മാർഗം അല്ലെങ്കിൽ ആ ഒരു പ്രതിരോധ മാർഗം ഏതാണ്, അതിന്റെ നേരെ വരുന്ന ഡിസീസ് ഏതാണ് അല്ലെ, രോഗങ്ങൾ ഏതാന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, മാച്ച് ചെയ്തിട്ട് എഴുതണം. നമുക്ക് നോക്കാം അല്ലെ ഓരോന്നും എങ്ങനെയാ വരുന്നതെന്ന്. മാസ്ക് യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന സമയത്ത് അവിടെ എന്തിനെതിരെ, ഏത് രോഗത്തിനെതിരെയുള്ള പ്രതിരോധമായിരിക്കും അതെന്ന് പറയുന്നത് നമ്മുടെ കോമൺ കോൾഡിനും ട്യൂബർകുലോസിസിനും അല്ലെ, നമ്മുടെ ജലദോഷത്തിനും അതേപോലെ ക്ഷയരോഗത്തിനും എതിരായിട്ട് അവരെ ട്രീറ്റ് ചെയ്യുന്ന ആളുകളായിരിക്കാം എന്ത് ചെയ്തിട്ടുണ്ടാവുക, മാസ്ക് ധരിച്ചിട്ടുണ്ടാവുക. ഹോസ്പിറ്റലാവുന്ന സമയത്ത് എല്ലാവരും മാസ്ക് ഒക്കെ ധരിച്ചിട്ടാണ് ഇരിക്കാറുള്ളത് അല്ലെ. അപ്പൊ നമ്മൾ ഇവിടെ ആലോചിക്കേണ്ടത്, ഈ രോഗങ്ങളെല്ലാം സ്പ്രെഡ് ആവുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ അതിനെതിരെ എടുക്കേണ്ട മുൻകരുതലുകൾ, അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മനസ്സിലാക്കിയിട്ട് മാച്ച് ചെയ്യേണ്ടത് കേട്ടോ. അടുത്തത് നോക്കിയേ, കണ്ണട യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ കണ്ണട യൂസ് ചെയ്തിട്ട് ആരെ നോക്കുന്ന ആളുകളായിരിക്കും, ചെങ്കണ്ണ് അല്ലെ. ചെങ്കണ്ണ് എന്ന് പറയുന്ന രോഗമായിട്ട് നമുക്ക് അതിനെ എന്ത് ചെയ്യാം, മാച്ച് ചെയ്യാൻ പറ്റും. അടുത്തത് ഗ്ലൗസ് യൂസ് ചെയ്യുന്നത് ആരായിരിക്കാം, ഗ്ലൗസ് യൂസ് ചെയ്യുന്നത് നമ്മുടെ ലെപ്രസി, സ്കാബീസ് ഒക്കെ ആയിട്ട് വന്നിട്ടുള്ള രോഗികളുമായിട്ട് ഇടപഴകുന്ന ആളുകളുടെ പ്രിക്കോഷൻ ആയിരിക്കും അത്. ഇനി മൊസ്കിറ്റോ ബാറ്റ് യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അല്ലെ. കൊതുകിനെ കൊല്ലാൻ വേണ്ടിയിട്ട് കൊതുകിന്റെ ബാറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് ഏത് രോഗത്തിനെതിരെയുള്ള ആളായിരിക്കും, നമ്മുടെ ചിക്കുൻ ഗുനിയയും ഫൈലേറിയസിസും ഒക്കെ പരത്തുന്നത് ആരാണ്, നമ്മുടെ കൊതുകാണ് അല്ലെ. അപ്പൊ അതിനെതിരെയുള്ള പ്രിക്കോഷൻ അല്ലെങ്കിൽ അതിനെതിരെയുള്ള പ്രതിരോധ മാർഗമായിരിക്കും. ക്ലിയർ ആയില്ലേ മക്കളെ? അതായത് ഈ രീതിയിൽ അല്ലെ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഒന്ന് ആലോചിച്ചിട്ട് എന്ത് ചെയ്താൽ മതി, ആൻസർ എഴുതിയാൽ മതി. എല്ലാം നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ ഇത് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. നമ്മളോട് പറയാണ്, ഡെങ്കിപ്പനി ബാധിച്ചിട്ടുള്ള ഒരാൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ അയാളുടെ പ്രദേശം അല്ലെ, അയാളുടെ സ്ഥലം ഈ ഹെൽത്തിലുള്ള ആളുകൾ എന്ത് ചെയ്യാണ്, വിസിറ്റ് ചെയ്യാണ്. അപ്പൊ അവിടെയുള്ളവർക്ക് ഇവര് കൊടുക്കാൻ സാധ്യതയുള്ള സജഷൻസ് അല്ലെ, നിർദ്ദേശങ്ങൾ, ഈ കൊതുകിനെ തുരത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഇവര് പറഞ്ഞിട്ടുണ്ടാവുക. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഏതെങ്കിലും 2 എണ്ണം എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. നമുക്ക് എഴുതാം. എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് എഴുതാൻ പറ്റും? പ്രധാനമായിട്ടും എന്താണ്, എവിടെയും വെള്ളം കെട്ടിക്കിടക്കാൻ എന്ത് ചെയ്യാൻ പാടില്ല, സമ്മതിക്കാൻ പാടില്ല അല്ലെ. ഡു നോട്ട് ലെറ്റ് വാട്ടർ സ്റ്റാഗ്നേറ്റ് എനിവെയർ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് നമുക്ക് ഓരോ സ്ഥലവും വേണമെങ്കിൽ എന്ത് ചെയ്യാം, എടുത്തെടുത്ത് അല്ലെ സ്പെസിഫിക് ആയിട്ട് നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. അടുത്തതാ നമ്മൾ എന്ത് ചെയ്യാം, മൊസ്കിറ്റോ ബാറ്റ് ഒക്കെ യൂസ് ചെയ്യുക അല്ലെ വീട്ടിലാവുന്ന സമയത്ത്. അതുപോലെ സെപ്റ്റിക് ടാങ്കിന്റെ ഒക്കെ എയർ പൈപ്സ് ഒക്കെ എന്ത് ചെയ്യുക, അതൊക്കെ കവർ ചെയ്തിരിക്കുക. അതേപോലെ മൊസ്കിറ്റോ റെപ്പലന്റ് യൂസ് ചെയ്യുക. അങ്ങനെ എല്ലാ കാര്യങ്ങളും അല്ലെ, മൊസ്കിറ്റോനെ തുരത്താൻ അല്ലെങ്കിൽ കൊതുകിനെ തുരത്താൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നിങ്ങൾക്ക് എഴുതാം. 2 എണ്ണമാണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ 2 എണ്ണം മാത്രം എന്ത് ചെയ്താൽ മതി, എഴുതിയാൽ മതി. റെഡി? അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. നമ്മുടെ ആരോഗ്യ കേരളം പരിപാടി അല്ലെ, അങ്ങനെ ഒരു പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മളോട് ചോദിക്കുകയാണ്, എല്ലാ ആഴ്ചയിലും ആഴ്ചയിൽ ഒരിക്കലായിട്ട് എല്ലാ വീടുകളിലും ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റി ഉണ്ട് കൊതുകിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട്. അത് ഏതാണെന്ന് ചോദിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും ആൻസർ അറിയാം. അതിന്റെ ആൻസർ എന്താണ്, ഡ്രൈ ഡേ ഒബ്സർവൻസ് അല്ലെ. ഡ്രൈ ഡേ ആചരിക്കലാണ്. ആഴ്ചയിൽ ഒരിക്കലും എല്ലാ വീടുകളിലും അത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താണ്, കൊതുകിൽ നിന്നൊക്കെ അല്ലെ, കൊതുക് പരത്തുന്ന രോഗങ്ങളിൽ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, രക്ഷപ്പെടാൻ പറ്റും. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളതാണ്. ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഈ ചാപ്റ്ററിന്റെ അകത്തുള്ള. അപ്പൊ ഇതേപോലെയുള്ള ബാക്കി ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.